നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാരായണീയം പകർത്തി എഴുതിയിട്ട് നമ്മുടെ ഗുരുവായൂരപ്പനെ നമുക്ക് എല്ലാവർക്കും കൂടെ സമർപ്പിക്കാന്നുള്ളത്. അപ്പം അതിന് ചുവടെയായിട്ട് നിരവധി പേര് കമൻസ് എഴുതുന്ന ഭൂരിഭാഗവും പേരും എഴുതാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷമാണ് എഴുതാനായിട്ട്. അങ്ങനെ ഒരു കാര്യം പറഞ്ഞതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തോട് കൂടിയിട്ട് നമുക്കത് തുടങ്ങാം എന്ന് തന്നെ കരുതുകയാണ്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഏത് ദിവസമാണ് തുടങ്ങുക എന്നുള്ളത് അറിയിക്കാന്നുള്ളത്. ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഈ വരുന്ന മാർച്ച് 15-ാം തീയതി, അന്ന് മീനമാസം 1-ാം തീയതിയാണ്, 30 ഞായറാഴ്ചയാണ്, അന്ന് ഏകാദശിയും കൂടിയാണ്. അപ്പോൾ വളരെ വിശേഷപ്പെട്ട ദിവസമാണ്. അന്ന് തുടങ്ങിക്കൊള്ളാനാണ് ഗുരുവായൂരപ്പൻ അനുവാദം നൽകിയത് കേട്ടോ. ഒപ്പം എൻ്റെ ഗുരുനാഥരുടെ അടുത്ത് ചോദിച്ചപ്പോഴും അന്ന് വളരെ നല്ല ദിവസമാണ് എല്ലാം ആരംഭിക്കാനായിട്ട് എന്നും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് നമുക്ക് തുടങ്ങാം എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഈ വരുന്ന മാർച്ച് 15-ാം തീയതി മീനമാസം 1-ാം തീയതി. അപ്പോൾ 1-ാം തീയതി മുതൽ നമുക്ക് നാരായണീയം എഴുതി ആരംഭിക്കാം. പക്ഷെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ദിവസം ഒരു ശ്ലോകം വെച്ച് എഴുതാമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ കുറച്ച് കാലതാമസം എടുക്കുമല്ലോ, ഒന്ന് ദീർഘപ്പെട്ടു പോയി. അതുകൊണ്ട് തന്നെ ദിവസം ഒരു ദശകം വെച്ചിട്ട് എഴുതാമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ. എല്ലാത്തിനും ഗുരുവായൂരപ്പൻ്റെ തീരുമാനമാണ്. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തോട് കൂടിയിട്ട് 1-ാം തീയതി മുതൽ ദിവസവും ഒരു ദശകം വെച്ചിട്ട് നമുക്ക് എഴുതി തുടങ്ങാം കേട്ടോ. അപ്പം എല്ലാവരും അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിക്കോളും. പലരും കുറച്ച് ദിവസം മുന്നേ സ്വന്തമായിട്ട് അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയിട്ട് എഴുതി തുടങ്ങി, അപ്പം ഞങ്ങളെയും കൂടെ ചേർക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാവർക്കും ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിൻ്റെ ഒപ്പം കൂടാട്ടോ. നമുക്ക് ഒരുമിച്ച് എഴുതിയിട്ട് ഭഗവാനെ സമർപ്പിക്കാം. അപ്പം നാരായണീയം എഴുതി തുടങ്ങുന്നത് ഈ വരുന്ന മാർച്ച് 15-ാം തീയതിയാണ്. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഹൈന്ദവ കുടുംബങ്ങളിൽ നമുക്ക് വളർത്താവുന്ന കുറച്ച് സസ്യങ്ങളെക്കുറിച്ചാണ്, കുറച്ച് ചെടികളെക്കുറിച്ചാണ്. ഇത് എല്ലാവർക്കും നടാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു സംശയമുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പലരുടെയും ജീവിത സാഹചര്യങ്ങൾ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരു സ്വന്തമായിട്ടൊരു വീടും സ്ഥലവും ഒക്കെ ആയിട്ട് ജീവിക്കുന്നവരുണ്ട്, സ്വന്തമായിട്ട് വീടില്ലാതെ വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട്, പിന്നെ ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവരുണ്ട്. അപ്പോൾ ചെടികളൊക്കെ വെക്കണമെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് സ്ഥലമൊക്കെ വേണം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് ഒരു ചെടിയെങ്കിലും നടുക എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിൽ നട്ട് വളർത്താൻ പറ്റുന്ന ധാരാളം ചെടികളും മരങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ഉപകാരമുള്ളത്, ഔഷധ ഗുണമുള്ളതൊക്കെ. അതെല്ലാത്തിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, കുറച്ച് സസ്യങ്ങളെ മാത്രം തിരഞ്ഞെടുത്തിട്ടാണ് പറയണത്. കാരണം നമ്മൾ നട്ട് വളർത്തി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്ന പൂക്കളോ ഇലകളോ ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുപോയി കൊടുക്കാനും കൂടെ സാധിക്കുന്ന തരത്തിലുള്ളത്. ഇപ്പോൾ പുഷ്പാഞ്ജലിക്ക് ഉപയോഗിക്കാനായിട്ട്, മാല കെട്ടാനായിട്ട് ഉപയോഗിക്കാനായിട്ട്, അത്തരത്തിലുള്ളതിനെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. പിന്നെ ഇതൊക്കെ നട്ട് വളർത്തി കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിലും ഒരു പോസിറ്റീവ് എനർജിയാണ് ഉണ്ടായിരിക്കുക. ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ പൂജാമുറിയിലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന, മാല കെട്ടി ചാർത്താനായിട്ട് സാധിക്കുന്ന കുറച്ച് ചെടികളെക്കുറിച്ച്, കുറച്ച് സസ്യങ്ങളെക്കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം എല്ലാവരുടെയും മനസ്സിൽ വരിക തുളസിയാണ്. തുളസിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചെടി. അത് വളരെ സത്യമാണ് കേട്ടോ. എല്ലാവരുടെ വീടുകളിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒന്ന് തന്നെയാണ് തുളസി ചെടി. പിന്നെ വേറെ എന്തൊക്കെ സസ്യങ്ങളാണ് നമുക്ക് നടാനായിട്ട് സാധിക്കുക, അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് അതിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ഇന്നലത്തെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ. ഇന്നലെ ഉച്ചപൂജയ്ക്ക് ഗുരുവായൂരപ്പൻ്റെ കളഭാലങ്കാരം ഗജേന്ദ്രമോക്ഷമായിരുന്നു കേട്ടോ. ഭഗവാൻ ഗരുഡന് പുറത്ത് ഇങ്ങനെ പറന്നിറങ്ങി വരികയാണ്. താഴെ ഗജേന്ദ്രനെ ചാർത്തിയിട്ടുണ്ട്. ഗജേന്ദ്രൻ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗജേന്ദ്രന് മോക്ഷം നൽകുന്ന ആ ഒരു ഗജേന്ദ്ര മോക്ഷമായിട്ടാണ് ഇന്നലെ അലങ്കാരം ചാർത്തിയിട്ടുണ്ടായിരുന്നത്. വളരെ മനോഹരമായിട്ട് ചാർത്തിയിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു കേട്ടോ. ഭഗവാനാണെങ്കിലും ഗരുഡനാണെങ്കിലും ഗജേന്ദ്രനൊക്കെ വളരെ ചെറുതാണ്. നന്നായി സൂക്ഷിച്ചു നോക്കിയാലാണ് നമുക്ക് മനസ്സിലാകുക. അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഭഗവാൻ ഇന്നലെ ഒരു തിരുമുടിമാല, അത് നല്ല വ്യക്തമായിട്ട് കാണുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു തിരുമുടിമാല കാണുന്നുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വിധാനമായിട്ടൊരു തുളസിമാല കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അത് വ്യക്തമല്ലായിരുന്നു. അപ്പോൾ ഒരു തിരുമുടിമാല കാണാനായിട്ട് സാധിച്ചത് തെച്ചി കൊണ്ട് കോർത്തിട്ടുള്ളതാണ് കേട്ടോ. മുഴുവനായിട്ടും തെച്ചിയിൽ കോർത്തിട്ടുള്ള ഒരു തിരുമുടിമാലയായിരുന്നു. പിന്നെ 2 ഉണ്ടമാലയുണ്ട്. അതിൽ ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നതിൽ കൂടുതലും തെച്ചിപ്പൂക്കളാണ് കോർത്തിരിക്കുന്നത്.
തെച്ചി, പിന്നെ വളരെ നേരിയ രീതിയിൽ കുറച്ച് വെളുത്ത പൂക്കൾ കണ്ടു. കുറച്ച് താഴേക്ക് എത്തിയപ്പോൾ കുറച്ച് തുളസിയും കൂടെ കണ്ടു. അത്രയേ ഉള്ളൂ. കൂടുതലും തെച്ചിയിലാണ് ആ മാല കോർത്തിരിക്കുന്നത്. പിന്നെ ഒരു ഉണ്ടമാലയിൽ തുളസിയുണ്ട്, താമരയുടെ ഇതിലുണ്ട്. അതിങ്ങനെ മാറി മാറി കോർത്തിരിക്കാം. നടുക്ക് നമ്മുടെ ഭഗവാനുണ്ട്. ഭഗവാൻ ഇരിക്കുന്നത് ഗരുഡന് പുറത്താണ്. പിന്നെ താഴെ ഒരിടത്തെ ഭാഗത്തായിട്ട് ഗജേന്ദ്രനും ഇങ്ങനെ സ്തുതിച്ചുകൊണ്ട്, തുമ്പിക്കൈ കൊണ്ട് സ്തുതിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഭഗവാനൊക്കെ നല്ല സുന്ദരനായിട്ടാണ് ഗരുഡന് പുറത്തിരിക്കുന്നത്, ശംഖുചക്ര ഗദാപത്മത്തോട് കൂടിയിട്ട്. ഭഗവാന്റെ പീലി തിരുമുടിയൊക്കെ ഉണ്ട് കേട്ടോ. നെറ്റിയിലൊരു ഗോപി തിലകമുണ്ട്. പിന്നെ കാതുപൂക്കളുണ്ട്, ഗോപി തിലകമുണ്ട് കാതിൽ. തിലകം അതിന് താഴെയായിട്ടാണ് പൂക്കൾ. അപ്പോൾ നല്ല തിളക്കണ്ട് കാണാനായിട്ട്. ഭഗവാനൊക്കെ നല്ല പുഞ്ചിരിക്കുന്ന മുഖഭാവത്തോട് കൂടിയിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. 3 മാലകൾ ഇട്ടിട്ടുണ്ട് കഴുത്തിൽ. ഒരു വളയം പോലത്തെ മാലയുണ്ട്, വേറെയും 2 മാല. പിന്നെ നടുക്കായിട്ട് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഗോപി തിലകം കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ 4 കൈകളുണ്ടല്ലോ, ചതുർബാഹുവായിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നത്. അതിലെല്ലാം കൈവളകളും തോൾവളകളും ഒക്കെ ചാർത്തിയിട്ട് ശംഖുചക്ര ഗദാപത്മത്തോട് കൂടിയിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നുണ്ടായിരുന്നത്. അരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ടുണ്ട്. നല്ല ചുവന്ന കസവുള്ള പട്ടാണ് കേട്ടോ ഞൊറിഞ്ഞുകൊടുത്തിരിക്കുന്നത്. ആ ചുവപ്പ് നിറത്തിലുള്ള പട്ടൊക്കെ നന്നായിട്ട് കാണാം. പിന്നെ ഗരുഡനൊക്കെ, ഗരുഡനാണെന്ന് നമുക്ക് മനസ്സിലാകും. അത്യാവശ്യം ഒരു വലുപ്പത്തോട് കൂടിയിട്ടൊക്കെ തന്നെയാണ് ഗരുഡനെ നല്ല ഭംഗിയിൽ കളഭം കൊണ്ട് ചാർത്തിയിരിക്കുന്നത്. ഗജേന്ദ്രനാണ് നല്ല ചെറുതായിട്ട് ഒരു കുഞ്ഞാനയായിട്ടാണ് ചാർത്തിരിക്കുന്നത് കേട്ടോ. അത് കുറച്ച് താഴെയായിട്ടാണ്. അപ്പം നന്നായി ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആനയിനെയും കാണാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ ഗജേന്ദ്രമോക്ഷമായിരുന്നു ഇന്നലത്തെ അലങ്കാരം. അപ്പോൾ ഈ ഗജേന്ദ്രനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഗജേന്ദ്രനെ ആ ഒരു അവസാന സമയം വരെ ഭഗവാൻ പരീക്ഷിച്ചു. ആ തുമ്പി ഇങ്ങനെ ഇപ്പം മുങ്ങും എന്നുള്ള ആ ഒരു അവസ്ഥ എത്തിയപ്പോഴാണ് ഗജേന്ദ്രനെ രക്ഷിക്കാനായിട്ട് ഭഗവാൻ വന്നത്. ഗജേന്ദ്രൻ വിളിച്ചതാകട്ടെ പരബ്രഹ്മത്തെ സ്തുതിച്ചത്. ഭഗവാനെ എന്ന് അല്ലെങ്കിൽ ഗുരുവായൂരപ്പ എന്ന് പോലും ഗജേന്ദ്രൻ വിളിച്ചില്ല. അപ്പോൾ ഭഗവാന് മനസ്സിലായി എന്നെ തന്നെയാണ് വിളിച്ചത്. മഹാദേവൻ പറഞ്ഞു എന്നെയല്ല വിളിച്ചത്, ബ്രഹ്മാവ് പറഞ്ഞു എന്നെയല്ല വിളിച്ചത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു എന്നെ തന്നെയാണ് വിളിച്ചത് എന്നും പറഞ്ഞുകൊണ്ടാണ് ഗജേന്ദ്രനെ രക്ഷിക്കാനായിട്ട് ഭഗവാൻ പറന്ന് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ ആര് വിളിച്ച് സ്തുതിക്കുകയാണെങ്കിലും അതെല്ലാം ഭഗവാനിലേക്കാണ് എത്തുക. 33 ദേവഗണങ്ങൾക്കും അധിപനായിട്ടുള്ള, സർവ്വചരാചരങ്ങളുടെയും അധിപനായിട്ടുള്ള ഭഗവാന്റെ അടുത്തേക്ക്. അപ്പോൾ എന്തൊക്കെ സങ്കടങ്ങളുണ്ടെങ്കിലും അതെല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ പാദങ്ങളിലെ താമരപ്പൂക്കളായിട്ട് അർച്ചന ചെയ്തുകൊണ്ട് ഭഗവാനെ നന്നായിട്ട് വിളിച്ചോളും. നമുക്ക് പോലും സങ്കടപ്പെടും, അയ്യോ ഭഗവാൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ച്. പക്ഷെ അങ്ങനെ സങ്കടപ്പെടുന്നു വേണ്ട കേട്ടോ. തീർച്ചയായിട്ടും അതെല്ലാം കേൾക്കുന്നുണ്ടായിരിക്കും. ആ സമയമാകുമ്പോൾ നമ്മളെല്ലാം ഭഗവാൻ കൈപിടിച്ച് തീർച്ചയായിട്ടും ഉയർത്തിയിരിക്കും. അപ്പോൾ നന്നായിട്ട് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുക. എല്ലാവരുടെയും സങ്കടങ്ങളെല്ലാം ഭഗവാൻ മാറ്റി തരട്ടെ. ആ ഗജേന്ദ്രമോക്ഷം നന്നായി മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ചോളൂ കേട്ടോ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. ഇനി നമുക്ക് നമ്മുടെ വീടുകളിൽ നട്ടുപിടിപ്പിക്കാൻ സാധിക്കുന്ന കുറച്ച് സസ്യങ്ങളെക്കുറിച്ച് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടത് എന്നും കൂടെ ഞാൻ ചേർത്ത് പറയുന്നുണ്ട് കേട്ടോ. അതിൽ ഏറ്റവും ആദ്യത്തെ തുളസി തന്നെയാണ്. ഇപ്പോൾ ഒരു വീട്ടിൽ നിർബന്ധമായിട്ടും തുളസി ഉണ്ടായിരിക്കണം എന്നാണ് പറയുക. തുളസി ഇല്ലാത്ത വീടുകളിൽ ഭഗവാന്റെ സാന്നിധ്യം ഒരു കുറവാണെന്നും കൂടെ പറയാറുണ്ട് കേട്ടോ. കാരണം തുളസി ചെടി വളരണം എന്നുണ്ടെങ്കിലേ അത്രയും വൃത്തിയുള്ള സ്ഥലത്ത്, തുളസി എന്ന് പറയുന്നത് തന്നെ ഭഗവാന്റെ ഭാര്യയാണ്. ഭഗവാൻ ഉള്ളിടത്തെ തുളസിച്ചെടി വളരുള്ളൂ എന്നും തന്നെ പറയാം. അപ്പോൾ അത് വാടിപ്പോകുന്നിടത്ത് അതൊക്കെ ആ ഒരു നെഗറ്റീവായിട്ടാണ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ തുളസിയൊക്കെ നട്ട് നന്നായി പിടിപ്പിക്കുക. അപ്പോൾ മുൻവശത്തൊക്കെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടെങ്കിൽ അത് ചെടി ചട്ടിയിൽ നടന്നൊന്നുമില്ല കേട്ടോ. ആ മണ്ണിൽ തന്നെ നട്ടാലും അത് ധാരാളമായിട്ട് ഇങ്ങനെ കാട് പിടിച്ച് വളർന്നോളും. നന്നായി പരിപാലിച്ചാൽ മതി, വെള്ളം കൊടുത്താൽ മതി, പെട്ടെന്ന് പിടിച്ചോളും തുളസിയൊക്കെ. അല്ലെങ്കിൽ തുളസിത്തറയുള്ള വീടുകളുണ്ട്. തുളസിത്തറ നിർബന്ധമായിട്ടൊന്നും പറയാറില്ല, എന്നാലും ഉള്ളത് വളരെ നല്ലതാണെന്ന് പറയും കേട്ടോ. ഏത് സൈഡിൽ വേണമെങ്കിലും നമുക്ക് തുളസിത്തറ വെക്കാം എന്നാണ് പറയുക. അപ്പോൾ തുളസിത്തറയോ അല്ലെങ്കിൽ ചട്ടിയിൽ വെച്ചിട്ട് തുളസിയോ അല്ലെങ്കിൽ മുറ്റത്ത് വെറും മണ്ണിൽ നടുന്ന രീതിയിൽ തുളസിയോ ഒക്കെ ഉള്ളത് വളരെ നല്ലതാണ്. പിന്നെ ഫ്ലാറ്റുകളിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അവർക്ക് ബാൽക്കണിക്ക് ആയിരിക്കും. ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലാണെങ്കിൽ മുറ്റമുണ്ടായിരിക്കും, അപ്പോൾ അവിടെ ചെടിച്ചട്ടിയിൽ വെക്കാം. അല്ലാത്ത സ്ഥിതിയിൽ ഇപ്പോൾ ബാൽക്കണിയൊക്കെ ഉള്ളിടത്താണെങ്കിൽ അവിടെ വെയിലൊക്കെ സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വേണമല്ലോ, അല്ലെങ്കിൽ അത് വടിപ്പോകും. അപ്പോൾ ഒരു കുഞ്ഞു ചട്ടിയിൽ ഒരു 1-2 ചെടികൾ വെച്ചാൽ മതി. അത് ഉണ്ടായിരിക്കുക. കാരണം ഭഗവാന്റെ സാന്നിധ്യം അല്ലെങ്കിൽ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം അവിടെ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഭഗവാൻ ഉള്ളിടത്തേ മഹാലക്ഷ്മി ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ തുളസി ചെടിയാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും നിർബന്ധമായിട്ട് നമ്മുടെ വീടുകളിൽ ഉണ്ടായിരിക്കേണ്ട ഒരു സസ്യം. പിന്നെ ഒന്ന് തെച്ചി. ഇനി വരുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ സ്ഥല സൗകര്യത്തിനനുസരിച്ച് നടാൻ സാധിക്കുന്ന കുറച്ച് ചെടികളുടെ പേരാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ.
പിന്നെ ഈ തെച്ചി എന്ന് പറഞ്ഞല്ലോ, തെച്ചി ഒന്നൊന്ന് പിടിച്ച് വരാനായിട്ട് കുറച്ചൊന്ന് പ്രയാസമുണ്ട്. നന്നായിട്ട് ശുശ്രൂഷിച്ചാൽ മാത്രമേ ഈ തെച്ചി നന്നായിട്ട് പിടിക്കുള്ളൂ. അത് പിടിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ധാരാളം പൂക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമുക്ക് കൊണ്ടുപോയിട്ട് ക്ഷേത്രങ്ങളിലും കൊടുക്കാം. ഇപ്പോൾ തുളസി ആണെങ്കിൽ അതിനെ കതിര് വരുന്നതിന് മുൻപായിട്ട് അത് അരിയണം, എന്നിട്ട് വേണം കൊണ്ടുപോയി കൊടുക്കാൻ. ഒന്നുകിൽ മാല കെട്ടിയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ പൂക്കളായിട്ടോ കൊണ്ടുപോകാം, പുഷ്പാഞ്ജലിക്കോ ഒക്കെ എടുക്കും. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലാണെങ്കിലും തുളസി, തെച്ചി ഇതൊക്കെയാണല്ലോ വളരെ പ്രധാനപ്പെട്ട പുഷ്പങ്ങൾ. പിന്നെ ഒന്നാണ് നന്ദ്യാർവട്ടം. നല്ല വെളുത്ത ഭംഗിയായിട്ടുള്ള പൂക്കളാണ് കേട്ടോ നന്ദ്യാർവട്ടം. അത് വളരെ പെട്ടെന്ന് തന്നെ പിടിക്കും, വളരെ പെട്ടെന്ന് തന്നെ പുഷ്പിക്കുകയും ചെയ്യും. അതിന് തന്നെ വേറൊരു തരത്തിലുള്ള ഒരു കുറച്ച് ചെടി, കുഞ്ഞു ബുഷായിട്ട് വളരുന്ന ഒരു ചെടി കൂടെ ഉണ്ട് നന്ദ്യാർവട്ടത്തിന്. അതിന് ചെടിയും ചെറുതാണ്, എല്ലാത്തിൻ്റെയും രൂപമൊക്കെ ഒരുപോലെ ആയിരിക്കും, പക്ഷെ വലിപ്പം കുറഞ്ഞ ഒരു ടൈപ്പാണ്. അതങ്ങനെ കൂടുതൽ ഇങ്ങനെ മാല കെട്ടാനൊന്നും ക്ഷേത്രങ്ങളിൽ അടിക്കുന്നത് കണ്ടിട്ടില്ല. എന്നാലും നന്ദ്യാർവട്ടം തന്നെയാണ് ഒരു മരമായിട്ട്, അല്ലെങ്കിൽ കുറച്ചൊന്ന് വലിപ്പത്തിൽ വളരുന്ന ഒരു മരമായിട്ടുള്ളതാണ് നന്ദ്യാർവട്ടം. അതിൽ നല്ല ഭംഗിയുള്ള പൂക്കളാണ്. അതും നട്ട് വളർത്താം, അതും ക്ഷേത്രത്തിലേക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കാം, മാല കെട്ടിയിട്ട് നമുക്കും ഉപയോഗിക്കാം. പിന്നെ ഒന്നാണ്, ഇതൊക്കെ വെളുത്ത പൂക്കളൊക്കെ വളരെ പ്രധാനപ്പെട്ട പൂക്കളാണ് കേട്ടോ. പിന്നെ താമര. ഈ താമര എന്ന് പറയുന്നത് കൃഷി ചെയ്യുന്നവരുണ്ട് കേട്ടോ, വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവരുണ്ട്. അതുകൂടാതെ ഇപ്പോൾ വീടുകളിലൊക്കെ ഇങ്ങനെ കാണാം, നമ്മൾ റീൽസൊക്കെ കാണുമ്പോൾ ഒരു കുഞ്ഞു കൃത്രിമമായിട്ടുള്ള ഒരു ജലസ്രോതസ്, അതിലൊക്കെ ഒന്നോ രണ്ടോ താമരയുടെ തൈകളൊക്കെ നട്ട് വളർത്തിയിട്ട് അതിലൊക്കെ താമര ഉണ്ടായി നിൽക്കുന്നത് ഒരു കൗതുകകരമായിട്ടുള്ള കാഴ്ചയാണ്. അങ്ങനെയൊക്കെ ചെയ്യാം. അതൊക്കെ താമര ഉണ്ടായി കഴിഞ്ഞിട്ട് ഭഗവാനെ കൊണ്ട് കൊടുക്കുന്നതൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അതൊക്കെ കുറച്ചും കൂടെ പ്രയാസമുള്ള കാര്യങ്ങളാണ്. ഈ തെച്ചി, തുളസി, നന്ദ്യാർവട്ടം ഇതൊക്കെയാണ് കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് നട്ടുപിടിപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഇതിനേക്കാളൊക്കെ എളുപ്പത്തിൽ വളരുന്ന വേറൊരു സസ്യമുണ്ട്, അതാണ് ചെമ്പരത്തി. എനിക്ക് നല്ല ഇഷ്ടമാട്ടോ ചെമ്പരത്തിയുടെ പൂക്കൾ. അത് ഭഗവാനല്ല പ്രധാനം, ഭഗവതി അമ്മയ്ക്കാണ്. ദേവീ ക്ഷേത്രങ്ങളിലാണ് കൂടുതലും ചെമ്പരത്തിയൊക്കെ എടുക്കുക. നമ്മുടെ ഇടത്തിരികത്ത് കാവിലെ അമ്മയ്ക്ക് ചെമ്പരത്തി കൊണ്ടൊക്കെ മാലയൊക്കെ അണിയിച്ച് കാണാറുണ്ട് കേട്ടോ. അത് നല്ല ചുവന്ന നിറത്തിലുള്ള ചെമ്പരത്തി പലതരത്തിലുണ്ട്. വലിയ പൂക്കളായിട്ട് വളരുന്നതുണ്ട്, ഒരു പൂവ് തന്നെ എല്ലാ ഇതിലും കൂടിയിട്ട് ഒരു ഇതിലിൻ്റെ അത്ര വലുപ്പത്തിലുള്ള പൂക്കളുണ്ട്. പിന്നെ നമ്മുടെ ഭണ്ഡാരകൃഷ്ണനെയൊക്കെ ഇടയ്ക്ക് ചാർത്തി കാണാറുണ്ട്, അത് പുറത്താണ്, അതുകൊണ്ട് ചാർത്തി കാണാറുണ്ട്. പിന്നെ അത് ഭഗവതി അമ്മയ്ക്കാണ് കൂടുതൽ പ്രധാനം. ഭഗവതി ക്ഷേത്രങ്ങളിലൊക്കെയാണ് ചെമ്പരത്തി പൂക്കൾ എടുക്കുക. പിന്നെ നരസിംഹസ്വാമിക്കും ചെമ്പരത്തിയൊക്കെ വളരെ വിശേഷമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെമ്പരത്തി വീട്ടിലൊക്കെ നട്ട് പിടിപ്പിക്കാം, അത് വളരെ എളുപ്പമാണ് പിടിപ്പിക്കാനായിട്ട്. അതൊക്കെ പൂക്കൾ ഇത് കാണാൻ ഭംഗിക്കുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, അതിന് ഔഷധ ഗുണമുണ്ട്. ഇലകളൊക്കെ നമ്മൾ അരച്ചിട്ട് താളിയൊക്കെ ആയിട്ടും കൂടെ ഉപയോഗിക്കുമല്ലോ. അപ്പോൾ ചെമ്പരത്തി നട്ടുപിടിപ്പിക്കാം, അത് ക്ഷേത്രത്തിൽ കൊണ്ടുപോകാം, മാല കെട്ടിയിട്ടോ അല്ലാതെയോ കൊണ്ടുപോയി കൊടുക്കാം, പുഷ്പാഞ്ജലിക്കൊക്കെ എടുക്കും കേട്ടോ. പിന്നെ ഒരു പൂവുണ്ട്, പവിഴമല്ലി എന്ന് പറയും. പവിഴമല്ലി ഇതുപോലെ ഒരു ചെറിയ വെളുത്ത പൂവാണ്. അതിൻ്റെ ഒരു തണ്ട് ഒരു ഓറഞ്ച് നിറത്തിലുള്ള ചെറിയ പൂക്കളാണ്. പക്ഷെ എല്ലാം കൂടി കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും അങ്ങനെ എടുക്കാറില്ല, ചില ക്ഷേത്രങ്ങളിലൊക്കെ എടുക്കുന്നത് കാണാറുണ്ട് കേട്ടോ. അപ്പോൾ അത് വളർത്തുന്നത് നല്ലതാണ്, വീട്ടിലുണ്ടാവുന്നത് നല്ലതാണ്, പൂജയ്ക്ക് എടുക്കുന്ന പൂക്കളാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും അല്ല, ചില ക്ഷേത്രങ്ങളിലൊക്കെ എടുക്കും. പിന്നെ അതേപോലെ തന്നെ കൂവളത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അത് ക്ഷേത്രത്തിലെ പൂജയ്ക്ക് എടുക്കും, ശിവക്ഷേത്രത്തിൽ പൂജയ്ക്ക് എടുക്കുന്നതാണ്. കൂവളത്തില കൊണ്ടാണ് ഭഗവാനെ പൂജിക്കുക. അത് വീട്ടിലുള്ളതൊക്കെ വളരെ നല്ലതാണ്. ചിലർ പറയും ദോഷാന്നൊക്കെ, അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മൾ അശോക തെച്ചിയുടെ കാര്യം പറഞ്ഞില്ലേ, അതേപോലെ തന്നെ അത് ദോഷമില്ല. പൂജയ്ക്ക് എടുക്കുന്ന അല്ലെങ്കിൽ മാല കെട്ടാനായിട്ട് എടുക്കുന്ന പൂക്കൾ തന്നെയാണ് ഈ അശോക തെച്ചി ആണെങ്കിലും അതേപോലെ തന്നെ കൂവളാണെങ്കിലും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് വെട്ടിക്കളയാനായിട്ട് പാടില്ല, അതിനെ സംസ്കരിക്കുകയാണ് ചെയ്യുക. അതിൻ്റെ ഒരു വിധിപ്രകാരം സംസ്കരിക്കണം എന്നാണ് പറയുക. അപ്പോൾ കൂവളമരമാണെങ്കിലും ആൽമരമാണെങ്കിലും അങ്ങനെയാണ്. അപ്പോൾ വളരുന്നതിലൊന്നും ദോഷമില്ല, നമ്മളതിനെ വെട്ടി നശിപ്പിക്കാതിരിക്കുക, അതിൻ്റെ ആ ഒരു വിധിപ്രകാരം തന്നെ അതിനെ സംസ്കരിക്കേണ്ടതാണ്. അതാണ് ഈ കൂവളത്തിനും ആൽമരത്തിനും ശ്രദ്ധിക്കാനായിട്ടുള്ളത് കേട്ടോ. പിന്നെ സാധാരണ കൊടുക്കാൻ സാധിക്കുന്ന പൂക്കളാണ് മുല്ലപ്പൂവ്. ഇവിടെ പള്ളിവേട്ടയ്ക്കൊക്കെ പ്രധാനമാണ് കേട്ടോ, അന്ന് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം പള്ളിവേട്ടയുടെ ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ. അതുകൂടാതെ സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ മുല്ലപ്പൂവ് എടുക്കാറുണ്ട്. ചിലപ്പോൾ നമ്മൾ മാല കെട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ എടുക്കില്ല, കാരണം നൂലിനാണ് ദോഷം. ആ മാല കെട്ടുന്ന പ്രത്യേക ഒരു പുല്ലുണ്ടല്ലോ, അതിലാണ് അത് കെട്ടുകയാണ് ചെയ്യുക. അപ്പോൾ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അവർ മാല കെട്ടിയിട്ട് ഉപയോഗിക്കും, അല്ലെങ്കിൽ പിന്നെ പുഷ്പാഞ്ജലിക്കൊക്കെ ഉപയോഗിക്കും. അപ്പോൾ മുല്ലപ്പൂവ്, അതേപോലെ തന്നെ മന്ദാരം, ശംഖുപുഷ്പം, ചെമ്പകം ഇതൊക്കെ കൊണ്ടുപോയി കൊടുക്കാം. ഈ ചെമ്പകമൊക്കെ വലിയ മരമാകും കേട്ടോ. അപ്പം അത്രയൊന്നും അധികം സ്ഥലം ഉള്ളവർക്കാണ് അതൊക്കെ വെക്കാനായിട്ട് സാധിക്കുക. പിന്നെ ഈ മന്ദാരമൊക്കെ നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ആ വെളുത്ത മന്ദാരം ഉണ്ടല്ലോ, അതൊക്കെ മാല കെട്ടാനായിട്ട് ഉപയോഗിക്കും.
ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉപയോഗിക്കാത്തത് ഈ ശംഖുപുഷ്പമൊക്കെ ആണെങ്കിൽ കൂടെ അത് വളരെ നേർത്ത ഇതളുകളാണ്. അപ്പോൾ വിഗ്രഹത്തിലൊക്കെ ഒട്ടിപ്പിടിക്കാനും കൂടെ സാധ്യതയുണ്ട്. അതുകൊണ്ടൊക്കെയാണ് അത് നാലമ്പലത്തിനകത്ത് അല്ലെങ്കിൽ ശ്രീകോവിലിനകത്ത് മാല കെട്ടാനായിട്ടൊന്നും ഉപയോഗിക്കാത്തത് കേട്ടോ. ഇപ്പോൾ ശംഖുപുഷ്പം ഉപയോഗിക്കുകയാണെങ്കിലും ആ വെളുത്ത പൂക്കളല്ല, നീല പൂക്കളുണ്ടല്ലോ ശംഖുപുഷ്പത്തിൻ്റെ, അതാണ് കൂടുതൽ ഉപയോഗിക്കുക. അപ്പോൾ ഈ ശംഖുപുഷ്പവും മന്ദാരവും ഇതിങ്ങനെ ഇടകലർത്തിയിട്ട് മാല കെട്ടിക്കഴിഞ്ഞാൽ മുഴുവനായിട്ടാണ് കോർക്കുക, ഇതളുകൾ എടുത്തിട്ടല്ല. അത് കെട്ടിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ക്ഷേത്രങ്ങളിൽ, ചെറിയ ക്ഷേത്രങ്ങളിലൊക്കെ ഞാൻ ഉപയോഗിച്ച് കാണാറുണ്ട് കേട്ടോ. പിന്നെ ഇതൊന്നും അല്ലാതെ ഇപ്പോൾ ഫ്ലാറ്റുകളിലൊക്കെ ആണെങ്കിൽ ഈ വക ചെടികളെല്ലാം വെക്കാൻ പറ്റിയെന്ന് വരില്ല. കുഞ്ഞു കുഞ്ഞു, ഇത് കുറച്ച് സ്ഥലം മാത്രം വേണ്ടുന്ന ചെടികൾ, അതിലൊന്നാണ് തുളസി എന്ന് പറഞ്ഞത്. പിന്നെ തെച്ചിയുടെ തന്നെ ചെറിയ തൈയായിട്ട് വളരുന്ന തരത്തിലുള്ള ചെടികൾ ഉണ്ടായിരിക്കും, അത് വെക്കാം. പിന്നെ ഈ ബോൺസായി പോലെ വളരുന്ന ഇപ്പോൾ മാവ്, പ്ലാവ്, അങ്ങനെ പ്ലാവ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്ലാവല്ല കേട്ടോ, മാവ് പോലെയുള്ള സസ്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉണ്ടാകുന്ന മാങ്ങകൾ അതും ഉപയോഗിക്കാം കേട്ടോ. മാല കെട്ടാൻ പുഷ്പാഞ്ജലിക്കല്ല, ക്ഷേത്രങ്ങളിലെ ആ ഒരു ഫലങ്ങളും ഉപയോഗിക്കാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലുണ്ടായി കഴിഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം. ഈ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ആ ഒരു കാഴ്ച, നമ്മളൊരു ദിവസം എണീറ്റ് വരികയാണ്, നമ്മൾ നട്ട ആ ഒരു ചെടിയിൽ നല്ല ഭംഗിയിൽ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു, നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണത് തീർച്ചയായിട്ടും. അപ്പോൾ പ്രത്യേകിച്ച് ഭഗവാന് കൊടുക്കാൻ സാധിക്കുന്ന ആ പൂക്കളാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് നമ്മൾ മാല കെട്ടാനായിട്ട് പോകുകയാണ്. അപ്പോൾ അതൊക്കെയാണെങ്കിലും ഒരു പോസിറ്റീവ് എനർജി കൂടെ ആ വീടുകളിൽ ഉണ്ടായിരിക്കും. അങ്ങനെയുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടാണ് നമുക്ക് തോന്നുന്നത്, സാധാരണ ഇപ്പോൾ ഈ വീടുകളിൽ ചിലപ്പോൾ ഈ പൂക്കളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ ചിലർ മാത്രമേ അത് കൊണ്ടുപോയിട്ട് ക്ഷേത്രങ്ങളിൽ കൊടുക്കുന്നുണ്ടായിരിക്കുള്ളൂ. ചിലർക്ക് അറിയുണ്ടാവില്ല, ഇങ്ങനെ കൊടുക്കാനായിട്ട് സാധിക്കുമെന്നൊന്നും അറിയുന്നുണ്ടായിരിക്കില്ല, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും കൊടുക്കാത്തത്. പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അതിനെ കൊടുക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലേ, നമുക്ക് മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. നമ്മുടെ വീട്ടിലുണ്ടായ പൂക്കൾ കൊണ്ട് ഭഗവാന് കൊണ്ടുപോയിട്ട് സമർപ്പിക്കാനായിട്ട് സാധിച്ചുല്ലോ, അങ്ങനെ ഒരു സന്തോഷം നമുക്കുണ്ടായിരിക്കും. ആ പൂക്കൾ കൊണ്ട് നമുക്ക് അത് പുഷ്പാഞ്ജലി ചെയ്തിട്ട്, അല്ലെങ്കിൽ ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ ആ പാദങ്ങളിൽ പുഷ്പാഞ്ജലി ചെയ്തിട്ട് നമുക്കത് ലഭിക്കണോ, അല്ലെങ്കിൽ ആ പൂക്കൾ കൊണ്ട് മാല ചാർത്തിയിട്ട് ഭഗവാൻ അണിയിച്ചത് കാണുന്നു, അപ്പോഴൊക്കെ നല്ല സന്തോഷം. നമ്മുടെ വീട്ടിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ, കുറച്ച് പൂക്കളൊക്കെ പറിച്ചിട്ട് അതുകൊണ്ടൊരു മാലയൊക്കെ കെട്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള ഭഗവാനെ നമ്മൾ ചാർത്തി കൊടുത്തു കഴിഞ്ഞാൽ എന്തുമാത്രം സന്തോഷം ഉണ്ടായിരിക്കും നമുക്ക്. അപ്പോൾ അതൊരു ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ സന്തോഷം ലഭിക്കുക. അപ്പോൾ നമ്മുടെ മനസ്സിനെ സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സങ്കടം വരുന്നുണ്ടോ, കുറച്ച് പൂക്കളൊക്കെ എടുക്കുക, മാലയൊക്കെ കെട്ടുക, ഭഗവാനെ സമർപ്പിക്കുക, അതൊക്കെ നമുക്ക് വളരെ നല്ല, അല്ലെങ്കിൽ നന്നായി ഗുണം ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ നെല്ലിമരമൊക്കെ വളരെ നല്ലതാണെന്ന് പറയും. നെല്ലിയിലൊക്കെ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമാണ് പറയുക. പക്ഷെ ഇതൊക്കെ മരമായിട്ട് വളർത്താൻ പറ്റുന്നതാണ്, സ്ഥല സൗകര്യം ഉള്ളവർക്ക് അതൊക്കെ വെക്കാൻ പറ്റും. അങ്ങനെ അല്ലാത്തവർക്ക് ഈ പറയുന്ന തുളസി, അതുപോലെ തെച്ചി, നന്ദ്യാർവട്ടം, ചെമ്പരത്തി, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞ് കുറച്ച് സ്ഥലം മാത്രം ആവശ്യമുള്ള ചെടികളൊക്കെ വീട്ടിൽ നട്ട് പിടിപ്പിക്കുക. ഫ്ലാറ്റിലാണെങ്കിലും സാധിക്കുന്ന രീതിയിൽ തുളസിയെങ്കിലും എന്നാണ് ഞാൻ പറയുന്നത്, തുളസി തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം കേട്ടോ. ഇതൊക്കെ നട്ട് പിടിപ്പിക്കുക. സാധിക്കുന്ന ദിവസങ്ങളിൽ നമ്മുടെ വീടുകളിൽ തന്നെ ഭഗവാന് അർപ്പിക്കുക, മാലയൊക്കെ ചാർത്തുക. ക്ഷേത്രങ്ങളിലേക്കാണെങ്കിലും നമ്മൾ പോകുന്ന സമയത്ത് അതൊക്കെ കൊണ്ടുപോയിട്ട് കൊടുക്കുക. അതൊക്കെ വളരെ സന്തോഷം നൽകുന്ന ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെയൊക്കെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കും അതൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങും. അടുത്ത തലമുറയിലേക്കും അതൊക്കെ അവർ കൊണ്ടുപോകും. അപ്പോൾ അതിന് നമ്മളും കൂടെ അതൊക്കെ കാട്ടിക്കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ചെടികളൊക്കെ ഇനി വീട്ടിൽ നട്ടുപിടിപ്പിക്കാനായിട്ട് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഇല്ലാത്തവരെ അത് നട്ടുപിടിപ്പിക്കാനൊക്കെ ആയിട്ട് ഒന്ന് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ചെടികളൊക്കെ എവിടുന്നേലൊക്കെ നമ്മുടെ വീടുകളിൽ ഇല്ലാത്തത് കാണുന്ന സമയത്ത് നമുക്കത് ഭഗവാനെ കൊണ്ടുപോയിട്ട് സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതൊക്കെ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഭഗവാന് വേണ്ടിയുള്ളതാണെങ്കിൽ കൂടെ നമുക്ക് മനസ്സിനെ ഒരു സന്തോഷം തീർച്ചയായിട്ടും നൽകുന്ന കാര്യങ്ങളാണ് ഈ ചെടികളെയൊക്കെ പരിപാലിക്കുക എന്നുള്ളത്. അവർക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. തുളസിക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് വളരെ വളരെ നല്ല കാര്യമാണെന്നാണ് പറയുക. അത് പ്രത്യേകിച്ച് നല്ല വിശേഷപ്പെട്ട ദിവസങ്ങളൊക്കെ വരുമല്ലോ, അന്നൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണെന്ന് പറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തുളസി ചെടി ഉണ്ടായിരിക്കണം. അപ്പോൾ ഇല്ലാത്ത വീടുകളിലൊക്കെ വേഗം തുളസി ചെടിയൊക്കെ വെക്കുക. ഒരു കുഞ്ഞു ചട്ടിയിലെങ്കിലും ഒരു തുളസി ചെടി നടാനായിട്ടൊന്ന് ശ്രമിക്കുക കേട്ടോ.
അപ്പോൾ അതൊക്കെയാണ് ചെടികളെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ നാരായണീയം എഴുതി സമർപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, ചിലരൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആ തുടങ്ങിയിട്ടുള്ളവർക്കും നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ ചെറിയ നോട്ട് പുസ്തകത്തിൽ എഴുതിയാൽ മതിയോ, അതായത് സാധാരണ നാരായണനാമം എഴുതുന്ന കുഞ്ഞു പുസ്തകം ഉണ്ടല്ലോ, അതിലിപ്പോൾ ഇത്ര എണ്ണൊന്നുമില്ല, നമുക്ക് ആ പുസ്തകം നിറയെ എഴുതിയാൽ മതിയായിരുന്നു. അപ്പം അങ്ങനെയുള്ള ചെറിയ പുസ്തകത്തിൽ എഴുതിയാൽ മതിയോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് എഴുതിയാൽ മതി, കുഴപ്പമില്ല. ഇന്ന പുസ്തകം വേണമെന്നൊന്നുമില്ല കേട്ടോ. അത് വര ഉള്ളതാവാം, വര ഇല്ലാത്തതാവാം, അതൊക്കെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച്. വലിയ പുസ്തകം എടുക്കുകയാണെങ്കിൽ ഒരു വിധമൊക്കെ മുഴുവനായിട്ട് ചിലപ്പോൾ അതിൽ കൊണ്ടുവന്ന് വരും. ചെറിയ പുസ്തകമാണെങ്കിൽ പിന്നെയും കുഞ്ഞു കുഞ്ഞു പുസ്തകങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. അത്രയേ ഉള്ളൂ. ആ പുസ്തകങ്ങളുടെ എണ്ണം കൂടുതലായിട്ട് വേണ്ടി വരും. കാരണം ആ 100 ദശകവും എഴുതണ്ടേ, അതുകൊണ്ടാണ്. പിന്നെ ഓരോരുത്തരുടെ ഹാൻഡ് റൈറ്റിങ്ങിനനുസരിച്ചൊക്കെ ആ സ്ഥലമൊക്കെ ഓരോരുത്തർക്ക് ഉപയോഗിക്കുന്ന രീതിയും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള പുസ്തകം എടുക്കാം. വരയുള്ളതോ വരയില്ലാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. നമ്മൾ എഴുതുന്നു, എല്ലാവരും കൂടിയിട്ട് നാരായണീയം പകർത്തി എഴുതിയിട്ട് ഭഗവാനെ സമർപ്പിക്കുന്നു. അത് വളരെ വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയായിരിക്കും എല്ലാവർക്കും. പലരും ആഗ്രഹിച്ചിട്ട് വേണം, എപ്പോഴെങ്കിലും ചെയ്യണം ഈ ഒരു കാര്യം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും. പലരും ചെയ്ത് സമർപ്പിച്ചു എന്നൊക്കെ കേൾക്കുമ്പോൾ എന്തെങ്കിലും ഒരു ദിവസം എനിക്കും എഴുതണം എന്നാഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ഇന്നലത്തെ ആ ഒരു വീഡിയോയിൽ അത് പറഞ്ഞു കേട്ടപ്പോൾ നല്ല സന്തോഷമായിട്ടുണ്ട്. അപ്പം ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു, വളരെ സന്തോഷം തോന്നി, നമുക്ക് ഒരുമിച്ച് എഴുതാം, എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ നിരവധി പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരാളുടെ എഴുതി തുടങ്ങിയിട്ട് അത് മുടങ്ങിപ്പോയി എന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഇതിലൂടെ എഴുതിയിട്ട് തുടങ്ങാം. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഭഗവാന് നാരായണീയം സമർപ്പിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരുങ്ങിയിരുന്നോളൂ. 15-ാം തീയതിയാണ് നമ്മൾ എഴുതാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും പുതിയ പുതിയ കാര്യങ്ങളും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.